CAA ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമാക്കി ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇടതു മുന്നണി. CAA ഒരു പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് വിഷയമാണെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ UDFിലേക്ക് ഇത്തവണ ചെല്ലില്ല എന്നാണ് പന്ന്യൻ രവീന്ദ്രൻ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അതിൽ ആശങ്കയുണ്ട് ഡോക്ടർ തരൂരിന്. അതുകൊണ്ടാണ് താങ്കളെ പോലൊരാൾ BJP ആണ് പ്രധാനപ്പെട്ട എതിരാളി എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതൊരു അടിസ്ഥാനമില്ലാത്ത ആരോപണമാണ്. അതും കൂടി മനസ്സിലാക്കണം. ലെഫ്റ്റ് വിംഗ് കാർഡ് 200 ഇരട്ടിയാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഈ ബില്ല് പാർലമെന്റിൽ വരുമ്പോൾ ഞാനാണ് ചാടിയിട്ട് ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല, അത് ഭരണഘടന ലംഘനമാണ്, ഇത് ആർട്ടിക്കിൾ 14 വയലേഷനാണ് പറഞ്ഞത്. ഞാൻ മാത്രമല്ല UDFന്റെ ET മുഹമ്മദ് ബഷീർ മുഹമ്മദ് ലീഗ് മുസ്ലിം ലീഗിന് വേണ്ടി സംസാരിച്ചു. ഞങ്ങളാണ് ഇതിനെ എതിരിച്ചത്. പിന്നെ ഞങ്ങൾ എതിർപ്പിനെ അവർ ഡിസ്റിഗാർഡ് ചെയ്തിട്ട് ബില്ലിനെ കൊണ്ടുവന്നപ്പോൾ ആ സമയത്ത് സംസാരത്തിൽ ഞങ്ങൾ രണ്ടുപേരും ഈ ബില്ലിനെ എതിരിച്ച് സംസാരിച്ചു. ഇതെല്ലാം ചെയ്ത ശേഷം അമിത്ഷാ മറുപടി പറയുമ്പോൾ ഞാനാണ് അദ്ദേഹത്തെ മറുപടി തർക്കിച്ചത്. ഡോക്ടർ തരൂരിനെ പറ്റിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം, താങ്കൾ ഒരു മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ചു. 1. 2. ഹമാസിനെ ഒരു തീവ്രവാദ സംഘടനയായി പറയുന്നതിലൂടെ ഒരു ഇസ്രായേൽ അനുകൂല സമീപനം സ്വീകരിച്ചു. ഇതൊക്കെ തന്നെ ഈ രാജ്യത്തെ മൈനോറിറ്റിയെ, പ്രത്യേകിച്ച് മുസ്ലിം മൈനോറിറ്റിയെ അകറ്റുന്ന സംഭവങ്ങളാണെന്നാണ്. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ മൃദു ഹിന്ദുത്വ നിലപാടിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ആക്ഷേപം, ബാബറി മസ്ജിദ് പൊളിച്ച് അവിടെ അയോധ്യ ക്ഷേത്രം വന്നപ്പോൾ ആ കാര്യത്തിൽ ഒരു ഉറച്ച നിലപാടെടുത്ത് ആദ്യമേ അതിനകത്ത് ഒരു സ്റ്റാൻഡ് വ്യക്തമാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്നാണ്. ഇപ്പൊ താങ്കൾ തന്നെ പോകുന്നവർക്ക് പോകാം, ഞാനും ചിലപ്പോൾ പോകും എന്നൊക്കെയുള്ള നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ്. ഹമാസിന്റെ ഒരു തീവ്രവാദ സംഘടനയായി താങ്കൾ പറയുകയും ഇസ്രായേൽ അനുകൂലമായ ഒരു സമീപനം ഓരോന്ന് എടുക്കട്ടെ. ആദ്യം ബാബറി മസ്ജിദിന്റെ വിഷയത്തിൽ എന്താ സംഭവിച്ച് ഒരു ഫംഗ്ഷൻ ആയിരുന്നു. ഹിന്ദുവിന് ഞാനും ഗോപാലകൃഷ്ണ ഗാന്ധി ഡയലോഗ്, അതിന് ചോദ്യങ്ങൾ വന്നു. ഒരാൾ പറഞ്ഞു, എല്ലാ ഹിന്ദുവിനും ആഗ്രഹമല്ലേ രാം ജനിച്ച സ്ഥലത്തിൽ ഒരു മന്ദിരം ഉണ്ടാവണം, എന്താ നിങ്ങൾക്ക് എതിർപ്പ് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ സമ്മതിച്ചു, പല ഹിന്ദുക്കൾക്കും ഇത് വലിയൊരു ആഗ്രഹമാണ്, ഈ അവർ വിശ്വാസമാണ് രാം ഇവിടെ ജനിച്ചിരിക്കുന്നത്, അതുകൊണ്ട് അവിടെ ക്ഷേത്രം കാണുന്നുണ്ട്. പക്ഷേ മറ്റേ ഒരു മതത്തിന്റെ പ്രാർത്ഥനാലയം പൊളിച്ചിട്ട് ഏത് നല്ല ഹിന്ദുവും ഒരു ക്ഷേത്രം കെട്ടാൻ ആഗ്രഹിക്കില്ല എന്ന് പറഞ്ഞു. അതായത് വിവാദം. നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മതി, അതായിരുന്നു വിവാദം ആ സമയത്ത്. ഞാൻ പറഞ്ഞത് ഹിന്ദുക്കൾക്ക് ഇഷ്ടപ്പെടില്ല പറഞ്ഞിട്ടായിരുന്നു എല്ലാ ഹെഡ്ലൈനും. തരൂർ പറഞ്ഞ് നിങ്ങൾ ആ കാലത്ത് ഡേറ്റ് കൊടുക്കുന്നതിന് വേണ്ടി തപ്പിത്തരാൻ നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മതി, എല്ലാവരുടെയും കാണാൻ എന്റെ ഹെഡ്ലൈൻ അതായിരുന്നു. ഞാൻ ഹിന്ദുത്വ എന്ന് പറഞ്ഞൊരു പ്യൂർലി രാഷ്ട്രീയ ഡോക്ടറിൻ, അത് ഹിന്ദു മതത്തിന്റെ ഒരു ബേസിസും ഇല്ല. ഇത് വെറും ഹിന്ദു കമ്മ്യൂണൽ ഐഡന്റിറ്റി, ഒരു സമുദായ ഐഡന്റിറ്റി എടുത്തിട്ട് അതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കുന്നതാണ് ഹിന്ദുത്വ. അതുകൊണ്ട് എന്നെ ഒരിക്കലും ഹിന്ദുത്വരെ ഒരു ആളാക്കേണ്ട, മൃദുവോ ഹാർഡോ കഠിനോ എന്തോ അതൊന്നും പ്രശ്നമല്ല. ഹിന്ദുത്വയിൽ ഒരിക്കലും ഞാൻ ഒരു ഭാഗം ഉണ്ടായിട്ടില്ല, ഉണ്ടാവില്ല. ഹിന്ദു ദൈവം BJPയുടെ ഒരു കോപ്പിറൈറ്റ് ഇല്ല. പക്ഷേ അവരിതിനൊരു രാഷ്ട്രീയ അവസരമാക്കി. പ്രധാനമന്ത്രി ഒരു പുരോഹിതനല്ല, അദ്ദേഹം പോയിട്ട് പ്രാണപ്രതിഷ്ഠ ചെയ്യണം. എന്തിനാണ് ഞാൻ അതിൽ പങ്കെടുക്കണം? ഞാൻ അഥവാ പോവുകയാണെങ്കിൽ രാഷ്ട്രീയ ബന്ധമില്ലാത്തൊരു അവസരത്തിൽ, തെരഞ്ഞെടുപ്പ് ഒന്നുമില്ലാത്തൊരവസരത്തിൽ ഞാൻ പോയിക്കോളും. ഞാൻ എന്റെ മതത്തിനെ BJPക്ക് സറണ്ടർ ഇല്ല എന്ന് നേരിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് നിങ്ങളുടെ ആദ്യത്തെ ചോദ്യത്തിന്റെ മറുപടി. രണ്ടാമത് നിങ്ങൾ പറയുന്നത് ഇതും അടിസ്ഥാനമില്ലാത്ത ആരോപണമാണ്. ഞാൻ പ്രസംഗിച്ചത് മുസ്ലിം ലീഗിന്റെ പാലസ്തീനിയൻ ഹ്യൂമൻ റൈറ്റ്സ് റാലിയാണ്. എന്റെ പ്രസംഗം യൂട്യൂബിലുണ്ട്, ആര് വേണം കേട്ടോളൂ. ഞാൻ ഹമാസ് പറഞ്ഞ വാക്കേ ഉപയോഗിച്ചിട്ടില്ല ഒരിക്കലും, നോട്ട് ഈവൻ വൺസ്. എന്റെ പ്രസംഗം ഇസ്രയേലിന്റെ ആ ഡിസ്പ്രപ്പോർഷനറ്റ് റെസ്പോൺസിനെ കുറിച്ചായിരുന്നു. എന്റെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഏത് ഭാഗത്ത് വേണമെങ്കിലും മുസ്ലിം നേതാക്കളോട് പോയി ചോദിച്ചോളൂ, ശശി തരൂർ നമ്മുടെ സുഹൃത്തുമാണോ എതിരാളികൾ ചോദിച്ചാൽ എല്ലാ മുസ്ലിം സമുദായത്തിലെ നേതാക്കൾ, ഇമാം ബുഖാരി മുതൽ പിന്നെ ഈ ചിഷ്ടി കുടുംബം അജ്മേറിൽ, അല്ലെങ്കിൽ നമ്മളുടെ ഓരോരോ പ്രധാനപ്പെട്ട പോരാളികൾ, ഡോക്ടർ കഫീൽ ഖാൻ എനിക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ, പിന്നെ എനിക്ക് വേണ്ടി സംസാരിച്ചിട്ട്, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ പറയുന്നു, നിങ്ങളെ എങ്ങനെ ഒരു മുസ്ലിം വിരുദ്ധനാക്കാൻ അവർ ശ്രമിക്കുന്നത്, ഞങ്ങൾക്കത് സഹിക്കാൻ വയ്യ, നിങ്ങൾ ഞങ്ങളുടെ ഒരു സുഹൃത്താണ്, ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടെന്നാണ് അവർ പറയണത്. അപ്പൊ ആ സ്ഥിതിയിൽ ലെഫ്റ്റ് കളിക്കുന്നത് മഹാമോശമല്ലേ? ശരി, അവർക്ക് കുറച്ചെങ്കിലും വോട്ട് വേണം, ഒരു ദൈന്യ പരാജയം വേണ്ട അവർക്ക്. പക്ഷെ ഒരു മനുഷ്യന്റെ എതിര് പറയുന്നത് ആർക്കത് ഗുണം ചെയ്യാൻ പോകണം? അഥവാ അവർ എന്റെ വലിയൊരു ഭാഗം മുസ്ലിം വോട്ട് എടുത്തു, ആർക്കത് ഗുണം ചെയ്യാൻ പോകണം? അവർക്കാണോ? അവർക്ക് വിജയം ഒരു സാധ്യതയും ഇല്ലെന്ന് ഉറപ്പാണിപ്പോ. ഇത് രാജീവ് ചന്ദ്രശേഖരന് മാത്രമല്ലേ ഗുണം ചെയ്യാൻ പോകുള്ളൂ? ഞാൻ എന്തിനാണ് അത് സമ്മതിക്കേണ്ടത്? അപ്പൊ ഞാൻ ഇതിനെയൊക്കെ ശക്തമായി എതിർക്കും ഗോപി, കാരണം ഇത് ശരിയല്ല.